സ്തുതിച്ചിടുവിൻ. കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവിൻ. ചെങ്കടൽ പിളർന്നു നല്ല തൂവർനീലമാക്കി ശങ്കയിഞ്ഞ് തൻ ജനത്തെ നടത്തിയോടെ. ചെങ്കടൽ പിളർന്നു നല്ല തൂവർനീലമാക്കി ശങ്കയിഞ്ഞ് തൻ ജനത്തെ നടത്തിയോടെ. മിസ്രയീം സൈന്യത്തിനായും വീതിച്ചവനെ, മിസ്രയീം സൈന്യത്തിനായും വീതിച്ചവനെ. വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവിൻ. കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവിൻ. ജീവജലം കൊടുത്തവനെ, തീക്കൽ പാറയതിൽ നിന്നും ഇസ്രായേലിന് വാഗ്ദത്തത്തിൻ ജീവജലം കൊടുത്തവനെ. ശക്തന്മാരെ ഭോജനത്താൽ പോഷിപ്പിച്ചോനെ, ശക്തന്മാരെ ഭോജനത്താൽ പോഷിപ്പിച്ചോനെ. കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവിൻ. കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവിൻ. ദൈവസന്നിധിയിൽ ആമുഖമായി നിങ്ങളുടെ മുമ്പിൽ ഹലോ ഹോപ്പിന്റെ 104ാമത് മീറ്റിംഗായി കൂടി വരുവാൻ തക്കവണ്ണം ദൈവം കൃപ ചെയ്ത ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ഹലോ ഹോപ്പ് ടീമിനോടുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചു കൊള്ളുന്നു. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി നമുക്കൊരു വേദഭാഗം വായിക്കാം. അതിനാധാരമായി എഫീസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിന്റെ 10-ഉം 11-ഉം വാക്യങ്ങൾ. ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുവീൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവീൻ. നമ്മുടെ വിശ്വാസത്തിന്റെ ആധാരം മനുഷ്യന്റെ ജ്ഞാനമല്ല, ദൈവത്തിന്റെ ശക്തി തന്നെ ആധാരമായിരിക്കണം. എന്റെ വചനവും എന്റെ പ്രസംഗവും ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളാലല്ല, ആത്മാവിന്റെ ശക്തിയുടെ പ്രദർശനത്താൽ അത്രേ വരേണ്ടത്. എന്റെ വചനവും വാക്കുകളും ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളാലല്ല, ആത്മാവിന്റെ ശക്തി നമ്മിൽ വെളിപ്പെടണം. പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കണം. ശിംശോന്റെ കയ്യിലെ പച്ച താടിയെല്ലുകൊണ്ട് അത്ഭുതങ്ങളെ പ്രവർത്തിച്ച ദൈവം ഇന്ന് രാത്രി നമ്മുടെ മധ്യത്തിലുണ്ട്. ദൈവവചനം എവിടെയെല്ലാം പ്രഘോഷിക്കപ്പെടുന്നുവോ അവിടെയെല്ലാം ദൈവിക വിടുതൽ നടന്നിട്ടുണ്ട്. ദൈവത്തിന്റെ വചനം പാറയെ തകർക്കുന്ന ചുറ്റിക. ദൈവത്തിന്റെ വചനം ഇരുവായ്ത്തിലുള്ള 7 വാളിനേക്കാളും മൂർച്ചയുള്ളത്. എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം ഏത് പ്രവൃത്തിക്ക് വേണ്ടി അത് പുറപ്പെടുന്നുവോ ആ പ്രവൃത്തി തികച്ചതിനു ശേഷം മാത്രമേ മടങ്ങി വരികയുള്ളൂ എന്നുള്ളത് ദൈവത്തിന്റെ വചനമാണ്. എങ്കിൽ ഒരു ശക്തിക്കും ദൈവത്തിന്റെ വചനത്തിന് മുമ്പിൽ നിൽക്കുവാൻ സാധിക്കുകയില്ല. അങ്ങനെയെങ്കിൽ ഈ ദൈവവചനത്തിന് മുമ്പിൽ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്ന് ദൈവവചനത്തിൽ നിന്ന് നമ്മളോട് സംസാരിക്കുന്നത് സിസ്റ്റർ സൂസൻ വർഗീസ്, ഡെബോര മാത്യു. പാട്ടുകൾ പാടുന്നത് സിസ്റ്റർ ബിനു ബിനോയ്, ലബന ബിജു,
ബ്ലെസ്സി ജോയ്, വ്യക്തിവിശേഷം എന്ന പ്രോഗ്രാം സിസ്റ്റർ ലിറ്റി മാത്യു, ചിൽഡ്രൻസ് കോർണറിൽ ഷാരോൺ ചെറിയാനും എത്തുന്നു. ഇന്ന് കേൾക്കുന്ന എല്ലാ പ്രോഗ്രാമും നമ്മുടെ അനുഗ്രഹത്തിന് കാരണമായി തീരേണ്ടതിന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സിസ്റ്റേഴ്സ് മീറ്റിംഗായി കൂടി വരുവാൻ തക്കൊണ്ട് അവിടുന്ന് കൃപ ചെയ്തതിനായി സ്തോത്രം. ഇന്ന് കേട്ട വചനത്തിന് മുമ്പിൽ അടികളെ താഴ്ത്തി സമർപ്പിക്കുന്നു. അങ്ങയിലും അങ്ങയുടെ അമിത ബലത്തിലും ശക്തിപ്പെടുവാൻ തക്കൊണ്ട് അവിടുന്ന് അടിയങ്ങൾക്ക് കൃപ ചെയ്യണമേ. ഇന്ന് കേൾക്കുന്ന ഓരോ വചനങ്ങളും അടിയങ്ങളുടെ അനുഗ്രഹത്തിന്, ഇത് കേൾക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അടിയങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകലവും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. രക്ഷിതാവിനെ കാൺക പാപി, രക്ഷിതാവിനെ കാൺക പാപി, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു. രക്ഷിതാവിനെ കാൺക പാപി, രക്ഷിതാവിനെ കാൺക പാപി. കാൽവരി മലമേൽ നോക്കൂ നീ, കാൽവരി മലമേൽ നോക്കൂ നീ, ആൾക്കരം ചേർന്നിതാ ആണിമേൽ തൂങ്ങുന്നു, കാൽക്കരം ചേർന്നിതാ ആണിമേൽ തൂങ്ങുന്നു. രക്ഷിതാവിനെ കാൺക പാപി, രക്ഷിതാവിനെ കാൺക പാപി. ഉള്ളം നീ മുഴുവൻ തുറന്നു, ഉള്ളം നീ മുഴുവൻ തുറന്നു, തള്ളയാം യേശുവിൻ കയ്യിലേൽപ്പിക്കാനീ, തള്ളയാം യേശുവിൻ കയ്യിലേൽപ്പിക്കാനീ. രക്ഷിതാവിനെ കാൺക പാപി, രക്ഷിതാവിനെ കാൺക പാപി, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു. രക്ഷിതാവിനെ കാൺക പാപി, രക്ഷിതാവിനെ കാൺക പാപി.
Hey everyone, I hope that you all are doing fine and well. I know these are tough times, but our Lord is faithful and He's gonna take us through this as well. So stay hopeful. And I'm just gonna jump right into what I wanna tell you today. Persecution has been a big part of Christianity from the time that Christianity was first birthed. You see it all around you, it's all around the world, and it's been there all throughout history, and it's no surprise. It started with the Jews who persecuted the early church, and then the Romans who came and persecuted and killed the church and the early Christians for the sake of Caesar and their gods. We see it now. It's all been done in the name of religion, and religion has been the number one culprit for persecution of the truth. And this is because Satan, the devil, he disguises himself as an angel of light, and he uses false religion as one of his biggest weapons to fight against the Christians and the Church of God. So, as you may have already assumed, I'm going to be talking about persecution. And it's not a very rosy topic, but I believe that we need to remind ourselves about this. So, being Christian is not a promise of an easy life. In fact, we are actually bound to trials and persecution. Why? Because we are a threat to the devil. We know that in 1 Peter 5 verse 8, the devil prowls and searches for those whom he can devour. So he's keeping an eye out for those who are growing closer to the Lord and those who are a potential threat to his kingdom. So he's always looking out for them, and his target is always on us Christians. But it's not a hopeless situation, because our Lord promises us peace that passes all understanding, and He promises to be there with us through the trials and in the fire with us. So you can go through any trial if you see a light at the end of the tunnel, and if there's hope, you can get through any trial, and we know that Jesus is our hope. So recently I was put into a new environment, a new school, which really I really felt out of place. I was mocked and looked down upon because of my faith and my belief in God and my moral values, and I always wanted to fit in somehow, but I found myself always being out of place. This is the reality of our generation nowadays. The more immoral you are, the more weaker your faith in God, the higher position you have in society. Yeah, that really put a weight on my spiritual life, and I went to God. I was like, Lord, why? Why did you put me in such a position where I don't even do anything wrong, but people look down upon me? I'm not doing anything wrong. I feel so alone, but I don't understand why you would put me in such a discouraging place. During quarantine, He really upholded me, and He really revealed to me the answer to this question, which I have been asking Him for about a year now. So I got the answer in John chapter 15. It's not a very it's a very familiar chapter to me, but I never really understood the true meaning. It never really spoke so strongly to me before. So my question was, why does the world hate me? Why does the world hate us? So I found 3 answers. God told me and answered me through this chapter in 3 points. So in the chapter, John chapter 15 verse 19, the first point, it tells us that Jesus tells us that we are separated and we are not of the world, and that is one of the biggest reasons why we are hated by the world. Why? Because we do not follow the world order, we do not follow the system, and they are going another way, we go the opposite way. That's why we are so despised by the world. And Jesus says that we are the light of the world, and a very
interesting characteristic of the darkness and people in the darkness is that they like to sit in the comfort of the darkness. They like to hide and conceal their weaknesses and their sin and fallenness in darkness. And when the light of the world, us believers, come into the darkness, we're exposing them of their sin and iniquity, and they don't like it. We are the consciousness of the world, and we are the consciousness that convicts them, and many don't like it. They love the world and they love their sin, and the last thing they want is guilt about it, and that's why they hate us. In James chapter 4 verse 4, it says that we cannot be the friend of the world because that makes us an enemy of God. But this does not mean that we keep ourselves hostile from the people of the world, because the word world in this verse means cosmos in Greek. It's cosmos in Greek, and this word means order or system, world order or system. So we are not to be part of the system, but we are to reach out to the people who are in the system. And we cannot do that if we are going to withdraw into the comfort of the believers and the community of believers, because we are afraid and we are caught in self-pity, and we really need to step out for that sake. And the second reason is in John chapter 15 verse 20. It says that if they persecuted me, they will persecute you also. And this is pretty straightforward. They hate us because they hate Jesus. And Jesus was such a lovable person. Anyone, like any of us, would never imagine how people could have hated him. He came to deliver. He left his throne and he came to deliver, save us, and he did everything good, and he did good for society, but they still hated him. Why? Because they were evil. They were controlled by the forces of the darkness. And when Jesus ascended, when Jesus left earth, this hatred towards him was passed down to his disciples. Just because the generation which persecuted those early Christians passed away doesn't mean that the hatred is gone. We know that in Ephesians 6 verse 12, our struggle is not against flesh and blood, but by the principalities of darkness. So it was the principalities of darkness working back then through the people of the world against the Christians and against God. And it's the same principalities of darkness who have the hatred towards us and working against us right now. And it's not that the hatred is being diluted. It's getting stronger as time comes toward, time is closing into Judgment Day. Last point is in verse 25, where he says that it is to fulfill the scriptures, which is in Psalm 69 verse 4. And basically it's Christ telling us that it is no surprise to him. It was part of God's redemptive plan, and without the hatred of the world, he would have never been put to death. And it was all part of the plan, and I see this as more of a prophecy, because not long after Christ had ascended from earth did persecution come to pass. And when the disciples saw all of this come to pass, they were reminded of what Christ had told them, and this sort of gave them a reassurance that there is a hope and the word is true and what he said is true, and that they are truly in the light. And it goes for us as well. When we see persecution around, it's basically a reassurance that God's word remains and we are truly in the light. We could face persecution economically, relationally, socially, and even existentially. But we know one thing, that it's an absolute honor to be persecuted and hated for Christ. In Acts 5 verse 41, this was right after the disciples got beaten up and persecuted by the Jews. It says, "So they departed from the presence of the council, rejoicing that they were counted worthy to suffer shame for his name."
And this just gave me a wider spectacle, like a wider perspective about persecution. It's a privilege. The disciples were utterly overwhelmed by joy when they were persecuted, and it is a privilege because we know that we are worthy to carry his name and suffer shame for it. Now the real question comes, how are we supposed to present the gospel to a world which hates us? This is a pretty genuine question, but this is the beautiful part. Right after Christ was telling his disciples about persecution, he says this in the same chapter, which is John chapter 15, verse 26 to 27. When the counselor comes, whom I will send to you from the Father, the Spirit of truth, who goes from the Father, he will testify about me, and you also must testify, for you have been with me from the beginning. And that's it. That's the beautiful promise of Christ. He has promised us a comforter who will comfort us through these trials and troublesome times, and he will help us present the gospel, and he will do his part of piercing through the hatred of God in a man's heart, and he will do his part of changing a heart and turning it to repentance and salvation. This is why we need to seek the Holy Spirit earnestly, because we need it so desperately, and what better time than this? The Lord is coming soon. I know that this is a very overheard thing, but I feel it in my spirit. Just the coming of the Lord is right around the corner, and I think it's about time that we gear up and really equip ourselves, prepare ourselves, and use this time to really grow spiritually. I will be keeping all of you in prayers. I hope that the Church of God will have a revival, and each one of us will walk out of this period of time with the Holy Spirit full in us and overflowing. So yeah, God bless and stay safe, everyone.
വച്ചവനെ കാൺമാൻ എൻ മനക്കണ്ണുകൾ കൊതിച്ചിടുന്നേ. സ്തുതിച്ചു പാടുമെന്നാഥനെ എന്നും നീ ചെയ്യും നന്മകളോർത്തിടുമ്പോൾ. നന്ദിയാൽ എൻ മനം പൊങ്ങിടുന്നു നാഥ, നീ ചെയ്യും നന്മകളോർത്തിടുമ്പോൾ. സ്തുതിച്ചു പാടുമെന്നാഥനെ എന്നും നീ ചെയ്യും നന്മകളോർത്തിടുമ്പോൾ. നന്ദിയാൽ എൻ മനം പൊങ്ങിടുന്നു നാഥ, നീ ചെയ്യും നന്മകളോർത്തിടുമ്പോൾ. പ്രൈസ് ദി ലോർഡ്. ഹലോ ഹോപ്പ് മിനിസ്ട്രിയെയും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സഹോദരങ്ങളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യം 1 അധ്യായത്തിൽ കാണുന്ന എൽക്കാനയുടെ കുടുംബത്തെയാണ്. അവിടെ ഹന്നയും പെനീനയും എന്ന് പറയുന്ന 2 ഭാര്യമാരെ എൽക്കാനയ്ക്കുണ്ട്. ഹന്നയ്ക്ക് മക്കളില്ല, പെനീനയ്ക്ക് മക്കളുണ്ട്. എന്നാൽ ഹന്നയ്ക്ക് മക്കളില്ലാത്തത് അവളുടെ കുറവാണ് എന്നുള്ള രീതിയിലാണ് പെനീന ഹന്നയെ പരിഹസിക്കുന്നു, വേദനിപ്പിക്കുന്നു, നിന്ദിക്കുന്നു. ഇതെപ്പോഴാണ്? അവര് വർഷാന്തരയാഗം കഴിപ്പാനായിട്ട് പോകുന്ന സമയത്താണ് കൂടുതലായിട്ട് അവരുടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നത്. ആ വേദന ഹന്നയെ സംബന്ധിച്ചോളം ശീലോവിലേക്ക് പോകുന്ന ഒരു വേദനയാണെങ്കിൽ പെനീനയ്ക്ക് അതൊരു ഉത്സവമാക്കിക്കൊണ്ടാണ് പോകുന്നത്. ഹന്നയുടെ വേദനയെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി, ഒപ്പിയെടുക്കുന്നതിന് വേണ്ടി എൽക്കാന കനാലാവോളം ചെയ്യുന്നുണ്ടെങ്കിലും അത് ഉൾക്കൊള്ളുവാൻ കഴിയാത്തവണ്ണം ഹന്നയുടെ വേദന അത്ര വലുതായിരുന്നു. നമുക്കറിയാം, ഹന്ന ഇത്രമാത്രം വേദനിക്കപ്പെട്ട് നാളുകളോളം അവളുടെ ജീവിതം മുന്നോട്ട് പോയി. എന്നാൽ ഇപ്രാവശ്യത്തിലൂടെ നമ്മൾ കാണുന്നത് ഹന്ന പെനീനയുടെ വാക്കുകളുടെ മുൻപിൽ പ്രതികരിക്കാതെ, യാതൊരു വിദ്വേഷവും കാണിക്കാതെ, അവളുടെ നിന്ദയുടെ വാക്കുകളെ അവൾ വഹിച്ചും കൊണ്ട് ആ വാക്കുകൾ അവളെ യഹോവയുടെ ആലയത്തിലേക്ക് വിടുകയാണ് ചെയ്യുന്നത്. അവൾ അവിടെ പോകുന്നു. തന്റെ സങ്കടം മുഴുവനും തുറന്നിട്ട് ദൈവസന്നിധിയിൽ അവൾക്ക് ആശ്വസിക്കാൻ വകയുണ്ട് എന്നുള്ള തിരിച്ചറിവ് ഹന്നയ്ക്ക് ലഭിക്കുന്നു. അത് അവളുടെ ഹൃദയത്തെ തകർത്ത് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അവൾ വളരെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അവളുടെ പ്രാർത്ഥന നമ്മൾ ശ്രദ്ധിച്ചാൽ അതൊരു സമർപ്പണത്തിന്റെ പ്രാർത്ഥനയാണ്, അതൊരു ശുദ്ധീകരണത്തിന്റെ പ്രാർത്ഥനയാണ്. ഒരു സ്പെസിഫിക് എയിമിങ്ങിലാണ് അവൾ പ്രാർത്ഥിക്കുന്നത്. അവൾ എന്തായിരുന്നു അവൾക്ക് വേണ്ടത്? അവൾക്കൊരു പുരുഷ സന്താനത്തെ വേണം. അത് അവൾ ആവശ്യപ്പെട്ട് ദൈവത്തോട് നിലവിളിക്കുമ്പോൾ തന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു എന്നുള്ള ഉറപ്പ് അവൾക്ക് അവിടെ ലഭിക്കുകയാണ്. അവൾ പറയുന്നു, നീ എനിക്കൊരു പുരുഷ സന്താനത്തെ തന്നാൽ ഞാൻ അവന്റെ ജീവപര്യന്തം, അവളുടെ ജീവപര്യന്തം നല്ല, അവളുടെ കാലശേഷവും അവൻ ദൈവസന്നിധിയിൽ വിശ്വസ്തനായി ഇരിക്കണം എന്നുള്ള ആ ഒരു നേർച്ചയാണ് അവൾ ദൈവത്തോട് കാണിക്കുന്നത്. ഞാൻ തരാം, ഞാൻ അവനെ സമർപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവൾ പ്രാർത്ഥിക്കുന്നു. അവിടെ ആ പ്രാർത്ഥനയുടെ പ്രത്യേകത അവളെ ധൈര്യമുള്ളവളാക്കി തീർക്കുന്നു. ആ പ്രാർത്ഥന കഴിഞ്ഞ് അവൾ ബലം പ്രാപിച്ച് അവൾ വരുമ്പോൾ നാം കാണുന്നത് അവളെ തെറ്റിദ്ധരിക്കുന്ന ഒരു ഏലി. ആ ഏലിയുടെ വാക്കുകളുടെ മുൻപിൽ പറയുന്നത്, നിന്റെ മദ്യം ഇറങ്ങട്ടെ, നിന്റെ വീഞ്ഞിറങ്ങട്ടെ, നീ ഒരു നീച സ്ത്രീയാണെന്ന് ഏലി അവളെ തെറ്റിദ്ധരിക്കുമ്പോൾ ഏലിയോടുള്ള ഹന്നയുടെ പ്രതികരണം കാണുമ്പോൾ നമുക്കറിയാം, ഹന്ന വിനയപ്പെടുത്തിയ ഒരു പ്രാർത്ഥനയായിരുന്നു അവൾക്കുണ്ടായിരുന്നത്. അവൾ കാണിക്കുന്ന പ്രതികരണം അല്ലെങ്കിൽ ഒരു നീച സ്ത്രീയായി കാണരുത്. അവളുടെ ഹൃദയത്തിന്റെ സങ്കടമാണ് അവൾ ദൈവസന്നിധിയിൽ കാണിച്ചത്, പറഞ്ഞത് എന്നുള്ളത് വ്യക്തമാക്കിക്കൊണ്ട് ഒരു ദൈവദാസൻ എന്നുള്ള കൊടുക്കേണ്ട എല്ലാ ബഹുമാനവും കൊടുത്തുകൊണ്ട് തന്റെ പേരിനനുസരിച്ച് അവൾ ഗ്രേസ്ഫുള്ളായിട്ട് തന്നെ ഏലിയോട് ഇടപെടുകയായി ചെയ്യുന്നു. അതുകൊണ്ട് ഉണ്ടായ നേട്ടം എന്തുവാ? അവൾ ഏലിയുടെ അനുഗ്രഹവും ഏറ്റുവാൻ. നീ യഹോവയോട് അപേക്ഷിച്ചത് അവൻ നിനക്ക് നൽകട്ടെ എന്ന് പറഞ്ഞ് ഏലിയുടെ അനുഗ്രഹവും അവൾ വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. തുടർന്ന് താഴോട്ട് നാം വായിക്കുമ്പോൾ കാണുന്നത് അവളുടെ മുഖം പിന്നെ വാടിയില്ല. വാടാഞ്ഞതിന്റെ കാര്യമല്ല, അവൾക്കൊരു വിശ്വാസമുണ്ടായിരുന്നു.
എന്ത് വിശ്വാസം? ഞാനൊരു വൈദ്യുതിന് വേണ്ടി ചോദിച്ചു, എന്റെ ദൈവം അതെനിക്ക് തരും. ആ ഒരു ഉറപ്പ് അവൾക്കുണ്ടായിരുന്നു. നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് അതുണ്ടാകും. അത് അവളെ ധൈര്യപ്പെടുത്തി. അതാണ് അവളുടെ മുഖം വാടാതിരുന്നത്. അപ്പോൾ വിനയത്തോടുകൂടി ഒരു പ്രാർത്ഥന, വിശ്വാസത്തോടുകൂടി ഒരു പ്രാർത്ഥന, ഹൃദയ ശുദ്ധീകരണത്തോടുകൂടി ഒരു പ്രാർത്ഥന. ദൈവം അവളെ കഷ്ടതയുൾപ്പെടെ നടത്തുമ്പോൾ അവൾ ഏത് തരത്തിൽ രൂപാന്തരപ്പെടണം എന്ന് ദൈവത്തിന് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ആ പദ്ധതിയിലേക്ക് അവൾ എത്തിച്ചേർന്നു എന്നുള്ളതാണ് നമ്മളിവിടെ കൂടുതലായിട്ട് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് അവൾ അപേക്ഷിച്ചത്, യഹോവ അവൾക്ക് കൊടുക്കുന്നു. തുടർന്ന് നമ്മൾ കാണുന്ന അവൾ അനുഗ്രഹം എന്തുവാ? അവളൊരു ശമൂവേൽ ബാലനെ യഹോവ അവളുടെ ഉത്തരത്തിൽ കൊടുത്തു. അടച്ചിരുന്ന ഗർഭപാത്രത്തിൽ യഹോവ അവൾക്കൊരു പൈതലിനെ കൊടുക്കുന്നു. ഈ ശമൂവേൽ പിന്നെ ആരായിത്തീരുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ടറിയാം. ഇസ്രയേലിലെ ആദ്യത്തെ രണ്ട് രാജാക്കന്മാരെയും ശൗലിനെയും ദാവീദിനെയും അഭിഷേകം ചെയ്യുവാനായിട്ട് ദൈവം ഉപയോഗിച്ചത് ഈ ശമൂവേലിനെ ഉപയോഗിക്കുന്നു. തുടർന്നുള്ള കാലത്ത് നമ്മൾക്ക് അവൾ എന്ത് ദൈവസന്നിധിയിൽ ഫലമേൽപ്പിച്ച് പ്രാർത്ഥിച്ചു, അവൾ എന്ത് നേർച്ച നേർന്നു, അതവൾ നിവർത്തിച്ചു. അതിനകത്ത് അവൾക്ക് ഒരു പിന്മാറ്റവും വരുന്നില്ല. അവൾ പറഞ്ഞത് അവൾ ചെയ്യുന്നത്. അതിന്റെ അനുഗ്രഹമാണ് പിന്നീട് നമ്മൾ 2-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. മച്ചി 7 പ്രസവിക്കുന്നു, പുത്രസമ്പന്നയോ ക്ഷയിച്ചു പോകും. നമുക്കൊന്നറിയാം, നമ്മുടെയും ജീവിതത്തിൽ വളരെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പിന്നകളും വരും. പക്ഷെ ഓർക്കുക, ദൈവം അനുവദിക്കാതെ ഒന്നും നമ്മൾ അനുഭവിക്കേണ്ടി വരികയില്ല. ഹന്ന അവളുടെ നിന്ന ദൈവം അവൾക്ക് അനുവദിച്ചതാണ്. അത്രയും നാളും അവൾ ദൈവസന്നിധിയിൽ താണിരുന്നു. ആ താണിരുന്ന അത്രയും കാലം ദൈവം ഏതൊരു കഷ്ടതയിൽ കൂടെ നമ്മളെ കടത്തുമോ അതിന് തനിക്കൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം തനിക്കൊരു നിലവാരത്തിൽ നമ്മളെ എത്തിത്തീർക്കണം എന്നുള്ള പദ്ധതിയിൽ നമ്മളെ എത്തിക്കുവാൻ വേണ്ടി ആ പീരീഡ് നമുക്ക് തരികയാണ് ചെയ്യുന്നത്. അത് നമ്മുടെ അനുഗ്രഹത്തിലാണ്. അപ്പോൾ നമുക്കൊരു കാര്യം വ്യക്തമായിരിക്കാം, ഒരു കഷ്ടതയും നഷ്ടത്തിനല്ല, അത് ലാഭത്തിനാണ്. ദൈവം അതിനൊരു സമയം അനുവദിച്ചു, അതവൾക്ക് ലഭിച്ചു. വാസ്തവത്തിൽ നമ്മുടെ ശുദ്ധീകരണത്തോടു കൂടിയ പ്രാർത്ഥന, വിനയത്തോടു കൂടിയ പ്രാർത്ഥന, അവള് വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന, ഇതാണ് ഹന്നയിൽ നമുക്ക് പ്രത്യേകമായി കാണുന്നത്. അവൾ എത്രമാത്രം വ്യസനിച്ചോ ഇന്ന് അവൾക്ക് വ്യസനമില്ല. അവളുടെ വിലാപത്തെ നൃത്തമാക്കി അവൾ ശുദ്ധീകരിക്കപ്പെട്ടവളായി തീർന്നു. ദൈവത്താൽ മാനിക്കപ്പെട്ടവളായിട്ട് അവൾ തീർന്നു. അവൾ അനുഗ്രഹിക്കപ്പെട്ടു. പെനീനയുടെ കാര്യം നമ്മൾ ഓർത്താൽ ആ പറഞ്ഞതുകൊണ്ട് മാത്രം അവളുടെ ജീവിതം തീർന്നു. നമ്മൾ വായിക്കുന്നുണ്ട്, ശമൂവേൽ ബാലനം വളരും തോറും യഹോവയ്ക്കും മനുഷ്യർക്കും പ്രീതിയുള്ളവനായി വളർന്നു. അതെങ്ങനെ വളരുവാൻ സാധിച്ചു? അവളുടെ സമർപ്പണവും അവളുടെ ആ വിശ്വാസവും. എനിക്ക് ദൈവം തരുന്ന അനുഗ്രഹത്തെ ഞാൻ ദൈവത്തിന് കൊടുക്കും. ദൈവത്തിന് കൊടുക്കാനായിട്ട് ഞാൻ ഹൃദയം തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനെ എത്തിക്കേണ്ട സ്ഥാനത്ത് എത്തിക്കുക എന്നത് ദൈവത്തിന്റെ പദ്ധതിയാണ്. ദൈവം അത് ചെയ്യും. നമുക്ക് വരുന്ന കഷ്ടത ഒരിക്കലും നമ്മളെ ഇടിച്ചു കളയാനല്ല. ദൈവം അവൾക്ക് അനുവദിച്ചതാണ്. അവരുടെ ഗർഭപാത്രത്തെ അടക്കിയായിരുന്നത് നാം വായിക്കുന്നുണ്ടല്ലോ. ആർക്കും തുറക്കാൻ കഴിയാതെ വണ്ണം അടയ്ക്കുകയും ആർക്കും അടയ്ക്കാൻ കഴിയാതെ വണ്ണം തുറക്കുകയും ചെയ്യുന്ന യഹോവയുടെ കരങ്ങളിലാണ് അവളുടെ ഗർഭം ഇടുന്നത്. അപ്പോൾ അവൾ എവിടെ തകർന്നു, എവിടെ അവൾ നിന്ദിക്കപ്പെട്ടു, അവിടെ അവൾ മാനപാത്രമായി. ഈ ഒരു അനുഭവം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്കും ഏറ്റവും കൂടുതൽ അനുഗ്രഹകരമായി തീരുന്നു എന്നുള്ളത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ അനുഗ്രഹമാണ് ദൈവം നമ്മൾ ഓർക്കുക, നമ്മളെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി ദൈവം ചില പെണ്ണിനെ അനുവദിക്കും. അത് നമ്മുടെ ലാഭത്തിന് വേണ്ടിയാണ്. നമുക്കറിയാം, ശിമെയി ദാവീദിനെ ശപിച്ചു. ദാവീദിന്റെ പ്രതികരണം എന്തായിരുന്നു? അവൻ ശപിച്ചോട്ടെ, ദൈവം അവന്റെ ശാപം എനിക്ക് അനുഗ്രഹമാക്കി തീർക്കും. അത് വാസ്തവത്തിൽ അങ്ങനെ അല്ലായിരുന്നു. അത് നമുക്കറിയാം. അത് തന്നെയാണ് നാം ഹന്നയിലും കാണുന്നത്. പെനീനയുടെ കുത്തുവാക്കുകളാണ് വാസ്തവത്തിൽ ഹന്ന അനുഗ്രഹിക്കപ്പെടുന്നതിന് കാരണമായി. അതില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷെങ്കിൽ ഒരു ശമൂവേൽ ബാലൻ ഈ തരത്തിൽ ഉണ്ടാകുമായിരുന്നോ എന്നുള്ളത് സംശയം. ദൈവത്തിന്റെ പദ്ധതി നിവർത്തിക്കുന്നതിന് വേണ്ടി ദൈവം ഉപയോഗിക്കുന്ന വ്യക്തികൾ നമ്മളെ ചിലപ്പോൾ താലോലിക്കുന്നവരായിരിക്കില്ല. ആ പ്രശ്നക്കാരായിരിക്കും നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കാൻ.
നമ്മൾ അവരോട് നീരസം കാണിക്കാതിരിക്കുക. നമ്മുടെ പ്രശ്നത്തെ നാം കൈകാര്യം ചെയ്യാതെങ്കിരുന്നോ, ദൈവത്തിന് കൊടുത്തോ, ദൈവസന്നിധിയിൽ ചെല്ലുക, നമ്മുടെ ഹൃദയം പകരുക, ബാക്കിയുള്ള കാര്യം ദൈവം ഏറ്റെടുക്കും. അത് മനോഹരമാക്കി തീർക്കും. അവന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Hello everyone, praise the Lord. The verse that has encouraged me today is 2 Corinthians 5 verse 17 and 20. Verse 17 says, "Therefore, if anyone is in Christ, he is a new creation. Old things have passed away, behold, all things have become new." Verse 20 says, "Now then, we are ambassadors of Christ, as though God were pleading through us. We implore you on Christ's behalf, be reconciled to God." An ambassador is a person sent by a country as a local official representative to a foreign country. An ambassador speaks on behalf of their country and protects the citizens of their country. In the same way, when we are a new creature in Christ, we become a child of God, and we are appointed as an ambassador of Jesus Christ. We need to speak on behalf of Jesus Christ and share the love of Jesus to others. I have made a bookmark which reminds me to always be an ambassador of Christ, and I've linked it in the description down below. So I would like to ask you, are you an ambassador of Christ? Let us speak and show the love of Jesus to others. ദൈവനാമത്തിന് മഹത്വം. വ്യക്തിവിശേഷത്തിലേക്ക് സ്വാഗതം. വ്യക്തിവിശേഷം നമ്പർ 1, ആദാം സൃഷ്ടിക്കപ്പെട്ടു. ഉൽപ്പത്തി 1:27. വളർച്ചയുണ്ടാകുന്നു. ഉൽപ്പത്തി 2:7. ജോലി കിട്ടുന്നു. ഉൽപ്പത്തി 2:15. മൃഗങ്ങൾക്കും പറവകൾക്കും പേരിടുന്നു. ഉൽപ്പത്തി 2:19. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു. ഉൽപ്പത്തി 2:22. ഭാര്യ മുഖാന്തരം ദൈവകൽപ്പന ലംഘിക്കുന്നു. ഉൽപ്പത്തി 3:6. തുന്നൽ പണി തുടങ്ങി. ഉൽപ്പത്തി 3:7. ദൈവത്തിൽ നിന്ന് ഉടുപ്പ് കിട്ടി. ഉൽപ്പത്തി 3:21. വീഴ്ച വരുത്തിയതിനാൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ടു. ഉൽപ്പത്തി 3:23. മൂത്ത മകൻ ജനിച്ചു. ഉൽപ്പത്തി 4:1. ഇളയ മകൻ ജനിച്ചു. ഉൽപ്പത്തി 4:2. മൂത്ത മകൻ ഇളയ മകനെ കൊന്നു. ഉൽപ്പത്തി 4:8. കൊച്ചുമകൻ ജനിച്ചു. ഉൽപ്പത്തി 4:17. മൂന്നാമത്തെ മകൻ ജനിച്ചു. ഉൽപ്പത്തി 4:25. രണ്ടാമത്തെ കൊച്ചുമകന്റെ കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി. ഉൽപ്പത്തി 4:26. 930 വയസ്സിൽ മരണം സംഭവിച്ചു. ഉൽപ്പത്തി 5:5. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.
കൈപിടിച്ചു നടത്തുന്ന സ്നേഹം, എന്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോട് ചേർക്കുന്ന സ്നേഹം, ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം, എന്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോട് ചേർക്കുന്ന സ്നേഹം. ഇത്ര നല്ല ദൈവത്തോട് ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുമ്പിൽ കാഴ്ചയിടാം. ഇത്ര നല്ല ദൈവത്തോട് ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുന്നിൽ കാഴ്ചയിടാം. ഇന്നലകൾ തന്ന വേദനകൾ നിൻ സ്നേഹമാണെന്നറിഞ്ഞില്ല ഞാൻ. ഇന്നലകൾ തന്ന വേദനകൾ നിൻ സ്നേഹമാണെന്നറിഞ്ഞില്ല ഞാൻ. നിൻ സ്വന്തമാക്കുവാൻ മാറോട് ചേർക്കുവാൻ എന്നെ ഒരുക്കുകയായിരുന്നു. നിൻ സ്വന്തമാക്കുവാൻ മാറോട് ചേർക്കുവാൻ എന്നെ ഒരുക്കുകയായിരുന്നു. ദൈവസ്നേഹം എത്ര സുന്ദരം, ഇത്ര നല്ല ദൈവത്തോട് ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുന്നിൽ കാഴ്ചയിടാം. ഉൾത്തടത്തിൻ ദുഃഖഭാരമെല്ലാം നിൻ തോളിലേകുവാനോത്തില്ല ഞാൻ. ഉൾത്തടത്തിൽ ദുഃഖഭാരമെല്ലാം നിൻ തോളിലേകുവാനോത്തില്ല ഞാൻ. ഞാനേകനാകുമ്പോൾ മനസ്സ് നീറുമ്പോൾ നിൻ ജീവനേകുകയായിരുന്നു. ഞാനേകനാകുമ്പോൾ മനസ്സ് നീറുമ്പോൾ നിൻ ജീവനേകുകയായിരുന്നു. ദൈവമാണ്
പിടിച്ചു നടത്തുന്ന സ്നേഹം എന്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും നെഞ്ചോട് ചേർക്കുന്ന സ്നേഹം ഇത്ര നല്ല ദൈവത്തോട് ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും എന്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയിടാം. ഇത്ര നല്ല ദൈവത്തോട് ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും എന്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയിടാം. നിന്റെ മുൻപിൽ കാഴ്ചയിടാം. പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനുമായ സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അടിയങ്ങളെ കേൾപ്പിച്ച എല്ലാ നല്ല പ്രോഗ്രാമുകൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കേട്ട പ്രോഗ്രാമുകളെല്ലാം കർത്താവെ അടിയങ്ങൾ ആത്മീയ വർദ്ധനയ്ക്ക് കാരണമാക്കി തീർക്കണമേ. ഇന്ന് കേട്ട വചന ധ്യാനത്തിന് മുമ്പിൽ അടിയങ്ങളെ ഏൽപ്പിച്ചു തരുന്നു. അടിയങ്ങൾ കേട്ട വചനത്തിന് മുമ്പിൽ കർത്താവെ അടിയങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. കേട്ട വചനങ്ങളൊന്നും കേട്ടിട്ട് അടിയങ്ങളെ തന്നെ ചതിക്കുന്നവരായി തീരാതെ അത് അടിയങ്ങളുടെ പ്രാവർത്തിക ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുവാൻ തക്കണം അവിടുന്ന് അടിയങ്ങളെ കൃപ ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രോഗ്രാം അവതരിപ്പിച്ച് എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഇത് കേട്ട ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീരുവാൻ തക്കണം അവിടുന്ന് സഹായിക്കണമേ. ഹലോ ഹോപ്പ് ടീമിനെ അനുഗ്രഹിക്കണമേ. അവരുടെ പ്രവർത്തനത്തെ അവിടുന്ന് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലവും അപ്പച്ചന്റെ പുണ്യനാമ മഹത്വത്തിന് കാരണമാക്കി തീർക്കണമേ. അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടും.